ഇന്ന് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന കേരളത്തിലെ ഫസ്റ്റ് കംപ്ലീറ്റ്ലി മോഡിഫൈഡ് Thar ROXX ആണ്. ഹിയർ ഇറ്റ് കംസ്. Never break, always fight, never quit, do it right, play the game, win it life, have no shame, there's no time, feel the pain, live the grind. ഇത് MX-5 ആണ്. ഇതൊരു AX-5 ലക്ഷറി ലെവലിലോട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത്. സോ Thar ROXX എന്ന് വെച്ചാൽ എല്ലാ മലയാളികളുടെയും മനസ്സിൽ ഇങ്ങനെ ഒരു ഓഫ് റോഡിങ് ടെറൈൻസിന് വേണ്ടി ഒരു എക്സ്ക്ലൂസീവായിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. സോ അതാണ് ഇതിൻ്റെ കംപ്ലീറ്റ്ലി മോഡിഫൈഡ് വേർഷൻ ആണ്. അപ്പോൾ ഇതിന് ചെയ്തേക്കുന്നത് നമുക്ക് സ്റ്റോക്കായിട്ട് വന്നത് ഈ ചെറിയായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ആ ചേഞ്ചസ് ഓരോന്നായിട്ട് കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ ഗ്രിൽ പോർഷൻ കംപ്ലീറ്റ്ലി ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷോട്ട് മാറ്റിയിട്ടുണ്ട്. ബാക്കി വന്നിരിക്കുന്ന എല്ലാം സെയിം ആണ്. കാരണം ഓൾറെഡി നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ DRL വിത്ത് പ്രൊജക്ടർ ലൈറ്റ്സ് ആണ് കമ്പനി സ്റ്റോക്കായിട്ട് വരുന്നത്. പിന്നെ അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഫോഗ് ലാമ്പ് ഒരു ഡുവൽ, അതായത് നമുക്ക് ഈ ഫോഗ് ലാമ്പിൽ തന്നെ ഡിമ്മും ബ്രൈറ്റും വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. നമുക്ക് രണ്ട് കളേഴ്സിലാണ് വന്നിരിക്കുന്നത്, അതായത് ഡിമ്മും ബ്രൈറ്റും വരുന്നുണ്ട്. അത് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കാര്യമൊക്കെ ഇതൊക്കെ മെയിനായിട്ട് എല്ലാം വിൽക്കുകയും ചെയ്തിരിക്കുന്നത് ബാബ്സിലാണ് ചെയ്തിരിക്കുന്നത്. സോ ഈ വീഡിയോസൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. ഇപ്പോൾ ബാബ്സ് മോഡിഫൈ ചെയ്യുന്ന കേരളത്തിലെ ഫസ്റ്റ് Thar ROXX ആണ് ഇത്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഫുള്ള് ബാബ്സിൻ്റെ അവിടെയാണ് ചെയ്തത്. പിന്നെ വന്നിരിക്കുന്ന മറ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടയേഴ്സ് വന്നപ്പം കമ്പനി വരുന്ന അലോയ്സ് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. കമ്പനി വരുന്ന അലോയ്സ് തന്നെ സെയിം 18 ഇഞ്ചിൻ്റെ അലോയ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു ഓൾ ടെറൈൻ ഓഫ് റോഡ് ടയേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗാംഭീര്യം നമുക്ക് വണ്ടിക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ബാക്കിലോട്ട് വരുമ്പം പിന്നെ നമുക്ക് ഫ്രണ്ട് സൈഡ് വരുമ്പോൾ ഈ ഒരു ഹിഞ്ചസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വണ്ടി ബ്ലാക്ക് ആയതുകൊണ്ട് വണ്ടി വൈറ്റ് ആയതുകൊണ്ട് അതുമായിട്ടൊരു കോമ്പിനേഷൻ വരുന്നതാണ്. പക്ഷേ ഇതൊരു ഗ്ലോസി ഫിനിഷ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സൈഡിലെ പ്രൊഫൈൽ വരുമ്പോഴാണ് ഇതിൻ്റെ ആ ടയേഴ്സിൻ്റെ ഒക്കെ ആ ഒരു ഭംഗി നമുക്ക് വണ്ടിക്ക് ഒരു മാസീവ് ആൻഡ് ഹെവി ലുക്കാണ് തരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ ഡോർ പാഡിലൊക്കെ ചെറിയ ആഡ് ഓൺസ് ആണ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് ഇവിടെ എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഇത് വൈറ്റ് ആയതുകൊണ്ട് വൈറ്റ് ഫിനിഷിങ് തന്നെയാണ് ടച്ച് വരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ കാണത്തില്ല കുറച്ചുകൂടെ. പിന്നെ ബാക്ക് സൈഡിലാണ് ബാക്കി ചേഞ്ചസ് ഒക്കെ വരുന്നത്. പിന്നെ ടയേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡ് വരുമ്പോഴും ഒരു ഹെവി ആൻഡ് മാസീവ് ലുക്ക് തന്നെയാണ് ഏറ്റവും പുതിയ Thar. എപ്പോഴും ഒരു ലുക്സിൻ്റെ കാര്യത്തിൽ ഒരു ബൾക്കി ആൻഡ് പവർഫുൾ ഫീലാണ്. അപ്പം വലിയ നിൽക്കുന്ന ഒരു 18 ഇഞ്ച് അലോയും കൂടെ ഒരു ഹെവി ലുക്ക് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ റിവേഴ്സ് ക്യാമറ വരുന്നത് വെച്ചാൽ ഇതിൻ്റെ അകത്തായിട്ട് തന്നെയാണ് റിവേഴ്സ് ക്യാമറ വരുന്നത്. പിന്നെ ഇത് ബാക്കി ആഡ് ഓൺ ചെയ്തിരിക്കുന്നത് വെച്ചാൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് റിവേഴ്സിന് 2 ലൈറ്റ്സും കൂടെ, അതായത് കുറച്ച് വൈറ്റ് ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് 2 എക്സ്ട്രാ ആഡഡ് ആണ്. ബാക്കിയെല്ലാം സെയിം സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് വരുന്നത്. 12 ടോൺ വേരിയൻ്റ് ആണ്, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിനിഷിങ്. വണ്ടി കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവ് ആൻഡ് സ്പോർട്ടി ലുക്ക് തന്നെയാണ്. ഓഡിയോ സിസ്റ്റം കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് ഓവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സബ്വൂഫർ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇപ്പോൾ സബ്വൂഫർ വന്നിരിക്കുന്ന മൊറൈലിൻ്റെ സബ്വൂഫറാണ് വന്നിരിക്കുന്നത്. അതൊരു കോർണറിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്റ്റോറേജ് ഏരിയയിൽ വലിയ ലോസ് ഒന്നും വരുന്നില്ല. ഈ ഒരു കോർണറിലായിട്ടാണ് വെച്ചേക്കുന്ന ആ ഒരു എഫക്റ്റ് ഒക്കെ കിട്ടുകയും ചെയ്യും. നമുക്ക് ഇത്ര ഒരു ഏരിയ സ്റ്റോറേജ് ഏരിയ ലഭിക്കുന്നുമുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ സീറ്റൊക്കെ നമുക്ക് അങ്ങോട്ട് ഫോൾഡും ചെയ്യാവുന്നതാണ്. സോ അതാണ് മറ്റൊരു ചേഞ്ച്. അതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് എവിടെയെങ്കിലും ഓപ്പൺ സ്പേസിൽ ഇപ്പം തന്നെ ഞാനൊരു കണ്ടത്തിൻ്റെ സൈഡിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഇരുന്നുകൊണ്ട് നമുക്കൊരു ചായ കുടിക്കാനും ഇത് ഓപ്പൺ ചെയ്ത് വെച്ച് ഇപ്പോൾ എപ്പോഴും മിക്ക ദിവസവും വൈകുന്നേരം ഈവനിങ് ടൈമിൽ മഴയാണ്. അപ്പോൾ മഴയൊക്കെ കൊള്ളാൻ നല്ല കംഫർട്ടബിളായിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുന്നതാണ്. പണ്ട് വന്നിരിക്കുന്ന Tharന് ഉണ്ടായിരുന്ന ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റോറേജ് ഏരിയ, അതായത് വെച്ചാൽ ഞാൻ ഇരിക്കുന്ന ഒരു സ്പേസ് വളരെ ചുരുക്കമാണ്. അതായത് നമുക്ക് ചെറിയൊരു ബാഗൊക്കെ ആയിരുന്നു വെക്കാനുള്ള ഏരിയ ഉണ്ടായത്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ്ലി മാറിയിട്ട് ഇത്രയും വിശാലമായിട്ട് ഇവിടെ 2 പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുകൂടാതെ ഈ സബ്വൂഫർ ഉണ്ടായിട്ടും അത്രയും ഒരു സ്പേസ് വരുന്നുണ്ട്. ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം ഒരു ലഗേജ് ഏരിയയും വരുന്നുണ്ട്. നമുക്കൊരു 7 സീറ്റർ പോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഇങ്ങനെ ഫോൾഡായിട്ട് ഇങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇരിക്കാം, ഒരാൾക്ക് ഇരിക്കാം. ഇപ്പോൾ സബ്വൂഫർ ഉള്ളതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ അതിൻ്റെ മണ്ടയിലും വേണമെന്നുണ്ടെങ്കിൽ ഇരിക്കാം. അപ്പോൾ അങ്ങനെയാണ് ബാക്കിലെ കാര്യം. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് വെച്ചാൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ്. ഒരു കംപ്ലീറ്റ്ലി ചേഞ്ച് ഓവർ വരുത്തിയിട്ടുണ്ട്. Thar ROXXൻ്റെ ഇൻറ്റീരിയർ വരുന്നതെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി വൈറ്റ് ആണ്. ശരിക്കും ഒരു ഓഫ് റോഡ് ടെറൈൻ യൂസ് ചെയ്യുന്ന ഒരു വണ്ടിക്ക് ഒരു വൈറ്റ് ഇൻറ്റീരിയർ എന്ന് വെച്ചാൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹൈലി ഡിഫിക്കൽട്ടാണ്. ആരെങ്കിലും ഒരു കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ തന്നെ ചെളിയാകും. കാരണം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് ഓവർ വരുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. കാരണം അത്രയും ഒരു പ്രീമിയം ലെവലിലോട്ടാണ് ഇതിന് ഇൻറ്റീരിയർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സീറ്റ്സ് വരുന്നത് തന്നെ ഇതിൻ്റെ കണ്ണാടിയാണെന്ന് മാറ്റി വെക്കാം. സീറ്റ്സ് നമുക്ക് കുറച്ചുകൂടെ കുഷനിങ് ഒക്കെ ചെയ്ത് തൈ സപ്പോർട്ടൊക്കെ ആഡ് ചെയ്ത് ഒരു ഡുവൽ ടോൺ കളറിലാണ്. കാരണം ഈ ഒരു കളർ വരുമ്പം തന്നെ കുറച്ചുകൂടി ഒരു ലക്ഷറി വണ്ടികൾക്കൊക്കെ വരുന്ന പോലെ ഒരു ലക്ഷറി ലെവലിലോട്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ സീറ്റ്സൊക്കെ നല്ല കുറച്ചുകൂടെ കുഷനിങ്ങും ഒക്കെ ചെയ്ത് കുറച്ചുകൂടെ ലെതർ റാപ്ഡ് ചെയ്ത് സൈഡിലൊക്കെ ആ കവേർഡ് ആയിട്ടുള്ള സീറ്റ്സാണ് ചെയ്തത്. അപ്പോൾ സീറ്റ്സൊക്കെ കംപ്ലീറ്റ്ലി ചെയ്തിട്ടുണ്ട് ബിനൂസിലാണ്.
കൊച്ചിയിലാണ് അതിൻ്റെ ഇൻറ്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്തത്. അപ്പം സീറ്റ്സ് ചെയ്തു. അതുപോലെ തന്നെ ഡാഷ്ബോർഡൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് വൈറ്റ് ആണ് വന്നിരിക്കുന്നത്. അതെല്ലാം മാറ്റിയിട്ട് ഈ ഒരു കളർ ടോണിൽ ഒഴിച്ചിട്ടുണ്ട്. അവിടെയും വരുന്ന സമയത്ത് ആ ഒരു വൈറ്റ് പോർഷൻ മാറ്റി ഒരു ടോണിലോട്ട് എത്തിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ബ്ലാക്ക്. പിന്നെ വരുന്നത് വെച്ചാൽ AC വെൻ്റ് ഒക്കെ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട്. നമുക്കൊരു BMW അല്ല ബെൻസിനകത്ത് വരുന്ന പോലത്തെ AC വെൻ്റ് ആക്കിയിട്ടുണ്ട്. അതിനകത്ത് ലൈറ്റ്സും ഉണ്ട്. ലൈറ്റ്സ് ഞാൻ കാണിക്കാം. നമുക്ക് ലൈറ്റ് നമ്മുടെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുമ്പോഴാണ് കണ്ടോ ചെറിയൊരു ലൈറ്റ് പോലെ രാത്രി നൈറ്റ് സമയത്താണ് അതിൻ്റെ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരുന്നത്. നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ അതങ്ങ് ഓഫ് ആവുന്നതാണ്. അപ്പോൾ അതിലെല്ലാമാണ് ചേഞ്ചസ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വന്നിരിക്കുന്ന ഒരു ഫുള്ളി ചേഞ്ചസ് ആണ്. നമുക്ക് ഇതിൻ്റെ ടോപ്പ് പോർഷൻ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം വൈറ്റ് ആണ്. നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ ചെളിയാകുന്ന പോർഷൻ അതെല്ലാം കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട്. അതൊക്കെ ആ വർക്ക്സ് ഒക്കെ ആപ്സിൻ്റെ അവിടെ ആണ്. ബാപ്സ് ഓട്ടോമോട്ടീവ്സിലാണ് ചെയ്തത്. പിന്നെ നമുക്ക് സൺറൂഫ് വേരിയൻ്റ് ആണ്. ഇത് 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ആണ്. സൺറൂഫ് വരുന്നുണ്ട്. അവിടെയും ബ്ലാക്ക് ആക്കിയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇനി ഒന്ന് ടച്ച് ചെയ്താൽ അത് ഓർത്ത് മേടിക്കേണ്ട. അപ്പം ഒരു ഹൈലി ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് റോ ആണ്. സെക്കൻഡ് റോയിലാണെന്ന് പറഞ്ഞാലും ആ ഒരു ലെതർ റാപ്പ് ഫിനിഷ് ഒക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് മിഡിൽ ഹാൻഡ് റെസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അതിലും കുറച്ചുകൂടി ഒരു ലെതർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് കണ്ടോ കുറച്ച് ടൈറ്റ് ആണ് കയറാനും ഇറങ്ങാനും. കാരണം ആ ഒരു കുഷനിങ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ടാണ്. കപ്പ് ഹോൾഡർ സ്പേസ് വരുന്നുണ്ട്. ബാക്കിയെല്ലാം സെയിം ആണ്. എന്നാലും ആ ഒരു ഇരിക്കുന്ന സിറ്റിംഗ് പൊസിഷനിലെ ഈ ഒരു ബമ്പും ഒക്കെ എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഒരു തൈ സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ജേർണി യാത്ര വരുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. ഹെഡ് റെസ്റ്റ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. മിഡിൽ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. അത്രയും കാര്യങ്ങളെല്ലാം സെയിം ആണ്. സോ ഇതിൻ്റെ ഇൻറ്റീരിയർ മാത്രമല്ല, ഇതിൻ്റെ ഓഡിയോ സിസ്റ്റം ഒരു കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് ഓവർ വരുത്തിയിട്ടുണ്ട്. കാരണം കമ്പനി വന്നിരിക്കുന്ന ആ ഒരു യൂണിറ്റ് വെച്ചുകൊണ്ട് ബാക്കി എല്ലാത്തിലും ചേഞ്ചസ് വന്നിട്ടുണ്ട്. കാരണം സ്പീക്കർ സെറ്റ് നമുക്ക് ഫുള്ളി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആംപ്ലിഫയർ ആഡ് ചെയ്തിട്ടുണ്ട്. സബൂഫർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്ന മൊറൈലിൻ്റെ സ്പീക്കേഴ്സാണ് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്. പിന്നെ ആംപ്ലിഫയർ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ റീകോയിലിൻ്റെ ആംപ്ലിഫയർ ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്ത്. അതുപോലെ തന്നെ എല്ലാം ടോപ്പ് ക്വാളിറ്റി സാധനങ്ങളാണ്. പിന്നെ സബൂഫറും വന്നിരിക്കുന്നത് വെച്ചാൽ മൊറൈലിൻ്റെ തന്നെ സബൂഫറാണ്. ഞാൻ ഓൾറെഡി കാണിച്ച പോലെ തന്നെ മൊറൈലിൻ്റെ സബൂഫറാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം ടോപ്പ് നോച്ച് ക്വാളിറ്റി സാധനങ്ങളാണ് ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കോസ്റ്റും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എന്തോ പ്രൈസ് റേഞ്ചിലായി ഇതിൻ്റെ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്പീക്കർ യൂണിറ്റും സബ്വൂഫർ യൂണിറ്റും ഒക്കെ ആഡ് ചെയ്ത് ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പാട്ടിട്ട് കേൾപ്പിക്കാം. ഞാൻ ഗ്ലാസ് ഒക്കെ ഒന്ന് അപ്പ് ചെയ്യുവാണ്, എന്നാലേ അതിൻ്റെ ഒരു എഫക്റ്റ് വരത്തുള്ളൂ. യെസ്. അതിഗംഭീരമായിട്ടുള്ള ശബ്ദമാണ്. സത്യം പറഞ്ഞാൽ നല്ല എഫക്റ്റാണ്, കേട്ടോണ്ടിരിക്കാൻ തോന്നും. സത്യത്തിൽ അധികം പ്രായമുള്ളവരെയും കൊണ്ടൊക്കെ പോകുമ്പോൾ ഇത്ര എഫക്റ്റായിട്ട് ഇട്ടാൽ നമുക്ക് പിള്ളേർ സെറ്റിനൊക്കെ അടിപൊളി എഫക്റ്റിലാണ് ഇത് കേൾക്കുന്നത്. സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ്ലി മോഡിഫൈഡ് ആണ്. അതായത് ഇന്ത്യയുടെ ഫുള്ളായിട്ട് ഒരു ചേഞ്ച് ഓവർ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നമുക്ക് പഴയല്ല, നമുക്ക് നോർമലി വരുന്ന താർ റോക്സുമായിട്ട് ഇന്ത്യയിൽ യാതൊരുവിധ ഡിഫറൻസും ഇല്ല. നമുക്ക് സീറ്റ് ഫുള്ളി കുഷൻ ചെയ്ത് ഫുള്ളി ലെതർ റാപ്ഡ് അടിപൊളി സീറ്റ്സ് ആക്കിയിട്ടുണ്ട്. ഓൾറെഡി നല്ല സീറ്റ്സ് ആണ് വരുന്നത്. നമുക്ക് കുറച്ചുകൂടെ കുഷനിങ്ങും തൈ സപ്പോർട്ടും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ താറിന് വരുന്ന ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ഇതൊരു ഓഫ് റോഡ് ടെറൈൻ വണ്ടിയായിട്ട് ഇന്ത്യയിൽ വരുന്ന വൈറ്റ് ആയിരുന്നു. നമുക്കത് കംപ്ലീറ്റ്ലി മാറ്റി. കാരണം വൈറ്റ് എവിടെ തൊട്ടാലും ചെളിയാകും. അത് കംപ്ലീറ്റ്ലി മാറ്റി നമ്മളിവിടെ എല്ലാം ബ്ലാക്ക് ആക്കി. റൂഫ് ഫുള്ള് ബ്ലാക്ക് ആക്കി. സൺ റൂഫ് വരുന്നുണ്ട്. ചൂടായതുകൊണ്ട് ഞാൻ അത് ഓപ്പൺ ആക്കിയില്ല. അങ്ങനെ എല്ലാത്തിനും ചേഞ്ച് ഓവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീൽ എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് വരുന്നത്. മഹീന്ദ്ര ലോഗോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സ്റ്റീരിയോ സിസ്റ്റത്തിനകത്ത് വലിയ ചേഞ്ചസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ആ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് താഴോട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ ഓരോരോ ചേഞ്ചസ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു AC വെൻ്റ് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. അതായത് കണ്ടോ ലൈറ്റ്സ് കൂടെ ടൈപ്പ് AC വെൻ്റാണ് ആക്കിയിരിക്കുന്നത്. ഞാൻ ലൈറ്റ്സ് എന്ന് വെച്ചാൽ നമുക്കിവിടെ ലൈറ്റ് ഓൺ ആക്കുമ്പോഴാണ് അത് ഓൺ ആകുന്നത്, ഇല്ലെങ്കിൽ അങ്ങ് ഓഫ് ആവും. നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ആക്കുമ്പോൾ രാത്രി സമയത്താണ് ഇതിൻ്റെ കുറച്ചുകൂടി ഒരു ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത്. ഞാൻ ജസ്റ്റ് ആ ലൈറ്റ് ഒന്ന് കുറച്ചിട്ട് കാണിക്കാം. കണ്ടോ, അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും വളരെ അട്രാക്റ്റീവായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ താഴെയായിട്ട് വരും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും അതിൻ്റെ സ്വിച്ചസും ഒക്കെ തന്നെയാണ്. പിന്നെ താഴെ വയർലെസ് പാഡും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഈ ഒരു സ്പേസ് ഉണ്ട്, അവിടെ നമുക്ക് കീ ഒക്കെ ഹോൾഡ് ചെയ്യാം. പിന്നെ ഇവിടെ 2 കപ്പ് ഹോൾഡർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. അതിൻ്റെയാണ് ഗിയർ ലിവർ വന്നിരിക്കുന്നത്. പിന്നെ വരുന്ന ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സീറ്റ്സ് ആണ് നല്ല അടിപൊളി കുഷനിങ്ങും തൈ സപ്പോർട്ടും ഉള്ള സീറ്റ്സ് ആണ്. ഒരു ഡുവൽ ടോൺ കളറിലാണ്. കാരണം ഇത് കുറച്ചുകൂടി ഈ ഒരു കളർ ടോൺ വന്നത്
ഈ ഒരു കളർ ടോൺ വന്നതുകൊണ്ട് തന്നെ വണ്ടി കുറച്ചുകൂടി ഒരു പ്രീമിയം ലെവലിലോട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ വരുമ്പോൾ ഇത് AX5 ലക്ഷറി എന്ന് പറയും. ആ ഒരു അൾട്രാ ലക്ഷറിയുടെ ഫീലാണ് ഇൻറ്റീരിയറിലോട്ട് കയറുമ്പോൾ വരുന്നത്. കാരണം ഈ ഡോർ പാഡിലാണെങ്കിൽ ഈ കളർ ടോണൊക്കെ എന്ന് വെച്ചാൽ വളരെ അടിപൊളിയായിട്ടാണ്. പിന്നെ ചെറിയൊരു ഗ്ലൗ ബോക്സ് ആണ്. ഇതിൽ കാര്യമായിട്ട് വലിയ സാധനങ്ങളൊന്നും വെക്കാനുള്ള സ്പേസ് ഇല്ല. എന്തെങ്കിലും മൊബൈലോ വല്ലതും ഒക്കെ വെക്കാം, അത്ര ഒരു ഏരിയയേ ഉള്ളൂ. പിന്നെ നമുക്ക് ടോപ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച് ഓവർ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ആയിട്ട് ഒരു ഡാഷ് ക്യാം നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് വ്യൂ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലെ ഓൾറെഡി വ്യൂ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ബാക്കിലെ റെക്കോർഡിംഗ് ആണ്, അത് നമുക്ക് മൊബൈൽ ത്രൂ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോഴത്തെ സത്യം പറഞ്ഞാൽ ട്രാഫിക്കിൽ എപ്പോഴും നമ്മുടെ വണ്ടികളിൽ ഒരു ഡാഷ് ക്യാം അത്യാവശ്യമാണ്. കാരണം റോഡിലെ ആൾക്കാരും അതുപോലെ തന്നെ KSRTC ബസ്സുകളൊക്കെ അത്രയ്ക്ക് വളരെ നല്ലതായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മൾ ഓടിക്കുന്ന സമയത്ത് കണ്ടു കഴിഞ്ഞാൽ എന്തോ ചെയ്യണമെന്ന് തന്നെ അറിയത്തില്ല.